വഴി തടഞ്ഞ് നടന്നു വരുന്ന കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കിയത്. അടിപൊളി. ഫോട്ടോ എടുത്താലോ? ഇറങ്ങി എന്തായാലും നോക്കിയതല്ലേ. നടന്നു വരുന്ന കണ്ടപ്പോൾ നോക്കിയത്. ഞങ്ങൾ രണ്ടാൾ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പർ ഇവിടുത്തെ ട്രഷറി ഓഫീസറാണ്. അപ്പോൾ എനിക്ക് ക്യാമറ കണ്ടപ്പോൾ പക്ഷെ അന്നേരം സംസാരിക്കുന്നതുകൊണ്ട് ബ്രോഡ്കാസ്റ്റ് ഓണാക്കാൻ പറ്റും. നല്ല ഇറങ്ങി ബാക്കി ഫോട്ടോ എടുത്ത് വാ ഇറങ്ങി. അല്ല അത് കുഴപ്പമില്ല, രണ്ടെണ്ണം എടുക്കാം. ഞാൻ ഫോട്ടോ എടുത്തിട്ട് വന്നല്ലേ. കണ്ടപ്പം വന്നയാ ഞാൻ കണ്ടവൻ കാരണം. മാനന്തേരിൽ എവിടെയും ഞാൻ പാകിസ്ഥാൻ വീടിയാ. പാകിസ്ഥാനിൽ എവിടെയാ? കരിയിൽ റോഡില്ലേ, ലെഫ്റ്റിലേക്ക് മേലോട്ടേക്ക് അങ്ങോട്ടേക്ക്. അല്ല നമ്മുടെ നാട്ടിലുള്ള ഒരാളല്ലേ. പക്ഷെ എങ്കിൽ ഇങ്ങോട്ട് വരല് കുറവാ. ഉത്തരമൊന്നും എടുക്കല് കുറവാ. കൊച്ചിയാ മെയിന്. കൊച്ചി കോഴിക്കോട് ഇപ്പം നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കുന്നു. എന്താ മീൻസ് ബാക്ക്ഗ്രൗണ്ട്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പ്രൊഫഷൻ. പിന്നെ പാകിസ്ഥാൻ വീട് എങ്ങോട്ടാ വീട്? ബസ് സ്റ്റോപ്പിൽ തന്നെ കൂടെ ലെഫ്റ്റിലേക്ക് റോഡില്ലേ മേലോട്ടേക്ക്, അത് തട്ടുകടേൻ്റെ ഓപ്പോസിറ്റ്. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ചട്ടിപ്പീടിയല്ലോ ഇല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് റോഡ്. ആയിക്കോട്ടെ. ഞാൻ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പിന്നെ അന്നേരം നോക്കാൻ തോന്നിയില്ല. പിന്നെ കുറച്ചിങ്ങോട്ട് ഞാൻ ഇങ്ങോട്ടെത്തിയ ഫോട്ടോ എടുത്ത് പിന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളെ ബ്രോഡ്കാസ്റ്റ് കണ്ട് അങ്ങനെ നോക്കിയത്. ഇരുട്ടി പോയോ ഇന്ന്? ഇല്ല, 2 ദിവസം മുന്നേ പോയത്, തിങ്കളാഴ്ച പോയതാ. പക്ഷെ അന്ന് വേറെ ആരെയും എടുക്കാൻ ഞാൻ അങ്ങോട്ട് താഴെ ഞാൻ ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നു, റൗണ്ട് അടിച്ച് നോക്കിയിട്ട് പോകാന്ന് വിചാരിച്ചു. നല്ല ഓരോരുത്തരും ഉണ്ടാവും. പിന്നെ ഇനി ബീവറേജിന്റെ സൈഡായില്ല, ഇനി താഴെ പരാഗിന്റെ അവിടെയൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവിടെയല്ല ഇങ്ങനെ സാധാരണ കുറെ ആൾക്കാർ ഇന്ന് കുറവാ. ഞാൻ വൈഫിനെ വെയിറ്റ് ചെയ്യുന്നതാ, വൈഫ് ചക്രക്കല്ലാതെ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ താഴേക്ക് കുറെ ആൾക്കാർ നടന്നു കുറവാ. ഞാൻ ആൾക്കാരൊന്നും കാണുന്നില്ല ഇന്ന്, ആരും ഇല്ല ഇന്ന്. സാധാരണ ഞാൻ എല്ലാ സമയവും ഇങ്ങനെ വെയിറ്റ് ചെയ്യും, അന്നേരം കാണല്ലോ. പക്ഷെ ഇന്ന് ഞാനും കാണാനില്ലല്ലോ, എന്ത് പറ്റി. നിങ്ങൾ ഫോട്ടോ ഇങ്ങനെ എടുക്കാണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്കൊരു സംശയം. ഞാൻ ഇങ്ങനെ കയറി വന്നു, ആരെയും കാണുന്നില്ല, അതുകൊണ്ട് ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. ഇങ്ങനെ ബേബീൻ്റെ അടുത്ത് ആടെ കുറച്ച് ആളുണ്ടാവും, അല്ലാണ്ട് വേറെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങോട്ട്. ഇത് പിന്നെ ബീവറേജിൽ വരുന്ന സെക്ഷനിൽ പാർക്ക് ചെയ്യുന്ന ടീംസ് ആയിരിക്കും. ഞാൻ ഇതാക്കണോ അല്ല ആളെ ഡ്രോപ്പ് ചെയ്യണോ? നടന്നിട്ട് ഇങ്ങനെ വണ്ടി ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. വൈഫ് ഇപ്പം വരും, അങ്ങനെയാണ് രണ്ടാളും എടുക്കാം. വൈഫ് 5 മണിന്റെ ജയശ്രീക്കാ വരിക. സമയത്ത് 5:30 ജയശ്രീ ഇല്ല, 4:30. ഞാൻ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെയാണ് വൈഫിനെ കൊണ്ട് പോവാൻ ഫോട്ടോ എടുക്കാം. ആയിക്കോട്ടെ, നോക്കാം. ഓക്കെ, അവിടെ ഡ്രോപ്പ് ചെയ്യണോ? കപ്പിൾസിനെ അങ്ങനെ എടുക്കാറില്ല, അവരുടെ പ്രൈവസി നമ്മൾ കൈയടത്തേണ്ടല്ലോ. ഓക്കെ, സൈമണ്ടേ ഫോട്ടോ എടുക്കാം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടുണ്ടോ? ഇവിടെ തന്നെ ഉണ്ടോ? വേറെ എവിടെയും ഞാൻ ഫോട്ടോ എടുക്കാൻ കാണുന്നില്ല. ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റൂ. 8593. നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന കൊട്ടേഷൻ തന്നു. മറ്റേ ഈ കാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വാണ്ടറിംഗ് സ്റ്റോറി ഞാൻ നേരത്തെ ഇവിടുന്ന് കണ്ടുപിടിച്ചതാ. ഞാൻ റഫീഖ് ഇവിടുന്ന് വർത്തമാനം പറയുമ്പോൾ ഇവരിങ്ങനെ ഇതേ കൂടി ക്യാമറ ഇട്ട് പോയതാ, അങ്ങനെ ഓടി പിടിച്ചതാ അല്ലേ എന്ന് ചോദിച്ചിട്ട്. വൈഫ് കാരണം വൈഫിനെ കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാന്ന് എടുക്കുന്ന അതൊക്കെയാണ് മടിയാണ്ട് ഇനി എടുക്കുന്നില്ല. അതെന്താ യൂണിഫോം? ഇത് എവിടുത്തെ യൂണിഫോമാ? ചക്കരക്കൽ TTC. പ്രശ്നമുണ്ടോ? ആൾക്കാരുടെ അറിയട്ടെ. ചിരിച്ചേ, രണ്ടാളൊന്നും ചിരിച്ചേ. പേടിച്ചെന്ന പോലെ നിന്നിട്ടില്ല, ഒന്ന് കൂള. കുറച്ച് അങ്ങോട്ട് കാറിൻ്റെ കുറച്ച് പോസിൽ വെക്കുക. ഇത് നമുക്ക് നോർമൽ ഒഴിവാക്കാം. ചേച്ചി ഒന്ന് ഇവിടെ ഒന്ന് തിരിഞ്ഞെന്ന്, ചേട്ടൻ നോക്കിയിരുന്ന് തിരിഞ്ഞേക്ക് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഫേസ് ടു ഫേസ് നോക്കും. ഒന്ന് ചിരിച്ചേ, ജസ്റ്റ് ഷോൾഡറിലില്ലേ കൈ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ചിരിച്ചോണ്ടല്ലേ, പൊട്ടിച്ചിരിച്ചേ ഒന്ന് ചിരിച്ചോ, പൊട്ടിച്ചിരിച്ച് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോളൂ, ചിരിച്ചോ. അതന്നെ. തന്നെ ഒന്ന് നേരെ ഓപ്പോസിറ്റും കൂടി ഇന്ന് മറ്റേ ഏട്ടനല്ലേ. ഒന്ന് കണ്ടും നോക്കി, കുറച്ചെടുത്ത് കണ്ണിലേക്ക് നോക്കി ചിരിച്ച്. ചേട്ടൻ്റെ ഫേസിൽ നോക്ക്.
അവിടുന്ന് ഓക്കെ. പുതിയ ക്യാമറയാ, അപ്പോൾ നല്ല കുറേ ഫോട്ടോസ് കിട്ടും. അതുകൊണ്ടാണ് കപ്പിളിനെ വെച്ചെടുത്ത്.